ഹായ് മച്ചാന്മാരെ. അപ്പോൾ നമുക്ക് നമ്മുടെ കഴിഞ്ഞ വീട്ടിൽ കിട്ടിയ നാടൻ വരലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിനൊന്ന് ഗ്രില്ല് ചെയ്തെടുത്താലോ. ഇത് മാത്രമല്ല, ഒരു സ്പെഷ്യൽ വരുന്നുണ്ട്, അത് പിന്നീട് പറയാം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്കിതിന് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാം. ഇതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് ഇഞ്ചി, അതുപോലെ തന്നെ 2-3 അല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് പച്ചക്കുരുമുളക്, കറിവേപ്പില, ഒരു 3 പച്ചമുളക് എടുത്ത് നന്നായി അരച്ച് പേസ്റ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. ഞാൻ ഇത്തിരി അധികം ചേർക്കുന്നുണ്ട് കേട്ടോ. ഉപ്പുപൊടി. അതിന് ശേഷം നമ്മൾ ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്തിട്ട് അതിൻ്റെ ജ്യൂസിൽ പിഴിയുന്നുണ്ട് കേട്ടോ. ചെറുനാരങ്ങ നീര് ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം എടുത്ത് ഒന്നുകൂടി ലൂസാക്കുന്നുണ്ട് കേട്ടോ. ഒരു ലിമിറ്റ് ലൂസ് മതി. അതിൻ്റെ മസാലയൊക്കെ നമുക്ക് കിട്ടണം, നന്നായി കുഴമ്പായി പോരുത് കേട്ടോ. അപ്പോൾ മച്ചാന്മാരെ, നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനിയാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ഐറ്റം വരുന്നത്. നമ്മുടെ നാടന്മാരാൽ തൊലി കളഞ്ഞാണ് കേട്ടോ. ചിലർ ഉരച്ച് വൃത്തിയാക്കാറുണ്ട്, നമ്മൾ തൊലി കളയുക ചെയ്യുന്നത് കേട്ടോ. തൊലി കളഞ്ഞതിന് ശേഷം നടു കീറിയിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. മസാല നന്നായി എല്ലായിടത്തും ആവട്ടെ, നന്നായി എല്ലാ ഭാഗത്തും ഒരു ഭാഗം വിട്ട് കണ്ട് തേക്കുക കേട്ടോ. നന്നായി തേച്ച് പിടിപ്പിക്കുക. അതിന് ശേഷം നമുക്ക് നിവർത്തിയിട്ട് കളാം. ഇതുപോലെ കിട്ടും. ഇതിൻ്റെ ഉള്ളിൽ നന്നായി മസാല തേച്ച് പിടിപ്പിക്കുക. അപ്പം നമ്മുടെ വരാലിൽ മസാല എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്ന സ്പെഷ്യൽ വേറെ ഒന്നല്ല, നമ്മുടെ നാടൻ പച്ചയില. കണ്ടില്ലേ, നല്ല നാടൻ അയില കിട്ടിയതായിരുന്നു. അപ്പോൾ അയിലും കൂടി ഒന്ന് കില്ലടിക്കാൻ. അയില ഇതുവരെ ആരും കില്ലടിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ ആയിക്കോട്ടെ അല്ലേ. നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമുക്കൊന്നൊരു അതിഥിയുണ്ട്, അതാണ് ഇവൻ, നമ്മുടെ കുട്ടി തെക്കും. അപ്പം മീനിൻ്റെ എല്ലാ പരിപാടിയും ചെയ്തിട്ടുള്ള ആളാണ് കേട്ടോ. അവനാണ് മീനെല്ലാം തൊലി പൊളിച്ച് സെറ്റാക്കി തന്നത് കേട്ടോ. അപ്പോൾ വരാലിനെ ശരിക്ക് നിവർത്തി വെച്ച് എല്ലാ ഭാഗവും ശരിക്ക് വേവണ പോലെ നിവർത്തി വയ്ക്കുക കേട്ടോ. അതുപോലെ തന്നെ അയിലയും നടുക്ക് കയറിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അയിലയും മുകളിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ സെറ്റായിട്ടുണ്ട്. നമുക്കിനി ഇത് ഗ്രിൽഡ് ചെയ്തെടുക്കാം കേട്ടോ. വീഡിയോ എടുക്കുമ്പോൾ നാണാണ്, കണ്ടില്ലേ അവൻ്റെ ചിരി നോക്കി. അപ്പം നമ്മൾ ഗ്രില്ലിങ് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ ഗ്രില്ലടിക്കുന്ന സമയത്തൊക്കെ പരമാവധി രാത്രി ചെയ്യാൻ നോക്കട്ടോ. ഒരു പ്രത്യേക വൈബാണ്. അതായത് അന്തരീക്ഷം തണുത്തിരിക്കുന്ന സമയത്ത് ഇത്തിരി ചൂടും കിട്ടും നമുക്ക്, അതുപോലെ തന്നെ ഒരു പ്രത്യേക എനർജിയും കിട്ടും കേട്ടോ. ഞങ്ങളുടെ ഭാഗം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പറയണ്ട, ഫുള്ള് നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടേ. അപ്പോൾ നമ്മുടെ ഫിഷ് കണ്ടോ, നല്ല ഞെരിപ്പനായിട്ട് സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളൊരു ഭാഗദശ ആയിട്ടുണ്ട്. നമുക്ക് തിരിച്ചു വയ്ക്കുക കേട്ടോ. ആഹാ, നോക്കിയേ, അത്യാവശ്യം നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ ഒരു ഭാഗം. മീൻ വെന്തെന്ന് പറയുന്ന ടെക്നിക്കാണ് കേട്ടോ. നമ്മൾ ചെറിയ കമ്പോ എന്തെങ്കിലും കമ്പിനേഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിയാൽ നമുക്കറിയാം. സുഖമായിട്ട് നന്നായി സ്മൂത്തിലൂടെ ഇറങ്ങിപ്പോവും കേട്ടോ. മാംസം ഇങ്ങനെ തൊടുമ്പോഴേക്കും ഇളകി തുടങ്ങും കേട്ടോ. അപ്പം
നമ്മുടെ മീനൊക്കെ അത് സെറ്റായിട്ടുണ്ട്. അപ്പം നമ്മൾ കൂടെ ഒരുത്തിനും കൂടി ഉണ്ട് കേട്ടോ. വേറെ അല്ല, നമ്മുടെ അച്ചേട്ടനാണ്. അയ്യോ അയ്യോ, ആള് ഫുൾ ടൈം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. വീശി 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 ഒരുത്തിനും ഒരു വിധമായിട്ടോ. നമ്മുടെ മീനത് സെറ്റായിട്ടുണ്ട്. നമ്മൾ ഇറക്കാട്ടാ. ആദ്യം ഇത്തിരി പാടുണ്ടായിരുന്നു. ജസ്റ്റ് അടിയിലൊക്കെ ഒന്ന് ജസ്റ്റ് പിടിച്ചായിരുന്നു. ഭാഗ്യം വൃത്തിയായിട്ട് കിട്ടി. അയില പോലെ കേട്ടോ വരാല് നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടാണ്. നമുക്ക് അടുത്ത റൗണ്ട് വയ്ക്കാം. അപ്പോൾ നമ്മുടെ മീനൊക്കെ സെറ്റായി കിട്ടിയിട്ടാ. അയിലും അതുപോലെ വരാലൊക്കെ ഉണ്ടല്ലേ. ആഹാ. അപ്പം മച്ചന്മാരെ നമ്മുടെ ഫിഷ് ഗ്രില്ല് ഓക്കെ ആയിട്ടാ. നമ്മുടെ നാടൻ വരാലും അതുപോലെ തന്നെ അയിലയും രണ്ടും നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് നോക്കാട്ടാ. ആദ്യം ഇപ്പം നമുക്ക് ബ്രാലിന്ന് ഒരു ചെറിയ പീസ് അങ്ങോട്ട് എടുത്തിട്ട് ഇവിടെ അച്ചൂട്ടനാണ് കൊടുക്കാം. അച്ചൂട്ടൻ പറയട്ടെ. എടാ എന്ത് സൂപ്പറായിട്ട് ബന്ധമെല്ലാം നോക്കിയാലേ. മുകളിലൊക്കെ ഉണ്ട്. കളഞ്ഞതിന് ശേഷം കൊടുക്കാം നമുക്ക്. സൂപ്പറായിട്ടാ. പോരീസാണ് കേട്ടാ. ഒരു വട്ടങ്ങൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം കേട്ടാ. സൂപ്പറായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മെയിനായിട്ട് ഒരു പരീക്ഷണം ഉണ്ടായിരുന്നു കേട്ടോ. അയില നമുക്ക് അയിലും കൂടി ഒന്ന് നോക്കട്ടാ. അയില നോക്കിയേ, സൂപ്പറായിട്ട് വെന്തിട്ടുള്ളല്ലേ. ഉമ്മ നോക്കിയേ എൻ്റെ പൊന്നെ. മസാലയൊക്കെ കണ്ടില്ലേ. നമുക്ക് എന്തായാലും അയിലേന്നൊരു പിടുത്തം പിടിക്കാം. ഇന്നവിടെ ഒരു വലിയൊരു കഷ്ണം കൂടെ ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് നോക്കിയേ. യോ മോനെ പൊള്ളി സാധനം. അതിൽ സൂപ്പറായിട്ട് കേട്ടാ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലട്ടാ. എന്താ പറയുക, അതിൽ മസ്റ്റ് ട്രൈ ചെയ്യണം കേട്ടോ. നിങ്ങൾ എന്തും ട്രൈ ചെയ്തേ പറ്റുള്ളൂ. അത്രയും ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നോക്കിയേ അതിലെങ്ങനെ നോക്കി പറ്റോ. സൂപ്പറായിട്ടല്ലേ. ഇത് എന്നിട്ട് മതിയാവണില്ല ചേട്ടാ. നമുക്ക് അതിലോട്ട് ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനെ തക്കാളിയുടെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഈ ബ്രാലിന്നൊരു വലിയൊരു പീസ് ഇങ്ങനെ ഇടുക. നല്ല പീസ് തന്നെ ആയിക്കോട്ടെ അല്ലേ. കിട്ടുന്നില്ലല്ലോ. അങ്ങനെ ആ വലിയൊരു പീസ് അങ്ങോട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് സവാള അങ്ങോട്ട് മുകളിൽ വെച്ചിട്ടുണ്ടല്ലോ. ഒരു പെട്ട ഒരു